ഈ ഒരു RRB ALPക്ക് നമ്മൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പേഴ്സണൽ ഇൻഫർമേഷനിൽ ആസ് റെക്കോർഡ് ഇൻ മെട്രിക്കുലേഷൻ 10th ക്ലാസ് സർട്ടിഫിക്കറ്റ് അതിന് താഴെ നിങ്ങൾ എൻ്റർ ചെയ്ത് തുടങ്ങേണ്ടത് ഇവിടെ മുതലാണ്. കൊടുക്കുന്ന സമയത്തുള്ള ആപ്ലിക്കേഷൻ ഫീ എക്സാം എഴുതി കഴിഞ്ഞാൽ റീഫണ്ട് കിട്ടും അല്ലേ. ഹായ് ഓൾ, എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻട്രി ടെക്നിക്കൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ RRB ALPയുടെ നോട്ടിഫിക്കേഷൻ വന്ന ശേഷം ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞായിരുന്നു നമുക്ക് ഒരുപാട് വീഡിയോ സെഷൻസുകൾ നിങ്ങൾക്ക് ഒരു സീരീസ് ഓഫ് വീഡിയോസ് അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഈ ചാനലിലൂടെ ലഭിക്കുന്നതായിരിക്കും എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സെഷൻ എന്ന് പറയുന്നത് ഈ ഒരു RRB ALPക്ക് നമ്മൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ള കാര്യമാണ്. അതിന് ഡീറ്റെയിൽഡ് വീഡിയോ ആണ്. ഇനിയും അപ്ലൈ ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ഈ വീഡിയോ കൂടി കണ്ടതിന് ശേഷം നിങ്ങൾ എന്തായാലും എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇതിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാവുന്ന ചില ഡൗട്ട്സുകൾ ഉണ്ട്. അതായത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഏത് സോണിൽ സെലക്ട് ചെയ്യണം, അതേപോലെ ഏത് വെബ്സൈറ്റിലൂടെയാണ് ചെയ്യേണ്ടത്, അതേപോലെ തന്നെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഒരു OBC നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് എടുക്കേണ്ടതായിട്ടുണ്ടോ, അത് അപ്ലോഡ് ചെയ്യാനുണ്ടോ, അങ്ങനെ കുറേ സംശയങ്ങളൊക്കെ ഉണ്ടാവും. സോ അതെല്ലാം ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു വീഡിയോയിലൂടെ ക്ലിയർ ചെയ്ത് നിങ്ങൾക്ക് ഏറ്റവും എഫക്റ്റീവായിട്ട് അപ്ലൈ ചെയ്യാവുന്ന മെത്തേഡ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഞാൻ പ്രൊസീജിയർ പറഞ്ഞു തരുന്നുണ്ട്. സോ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ വെബ് ബ്രൗസർ എടുക്കുക. ഏതാണോ വെബ് ബ്രൗസർ അത് എടുക്കുക. അതിൽ ഇപ്പം ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് RRB ചെന്നൈ ആണ് കേട്ടോ. RRB ചെന്നൈയുടെ വെബ്സൈറ്റ് ആണ് rbchennai.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റ്. ഒരു വിഷയം, മലയാളികൾ ഏറ്റവും കൂടുതൽ അപ്ലൈ ചെയ്യാൻ പോകുന്ന റീജിയൻ എന്ന് പറയുന്നത് RRB ചെന്നൈ അല്ലെങ്കിൽ RRB ബാംഗ്ലൂർ അല്ലെങ്കിൽ RRB സെക്കന്ദരാബാദ് ആയിരിക്കും. RRB ട്രിവാൻഡ്രം അവിടെ ഉണ്ട്. എന്നിരുന്നാലും അതിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ വെബിനാറിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ഏത് സോൺ സെലക്ട് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് എക്സ്ക്ലൂസീവായിട്ട് ഞാനൊരു വീഡിയോ കൂടി ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഡിസിഷൻ എടുക്കാൻ എന്തെങ്കിലും ഒരു ഡിഫിക്കൽട്ടി ഫീൽ ചെയ്യുകയാണെങ്കിൽ ആ വീഡിയോ കൂടി കണ്ടതിന് ശേഷം നാളെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു വീഡിയോ സെഷൻ ഞാൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. അതായത് ഏത് RRB സോൺ സെലക്ട് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള സെഷന് ഞാൻ നാളത്തെ ഈ ഒരു ചാനലിലൂടെ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം, പരമാവധി ആളുകളിലേക്ക് എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുകയും ചെയ്യുക. ഓക്കെ, അതേപോലെ തന്നെ ഞാൻ ഒരിക്കൽ കൂടി പറയാണ്, RRB ALP നോട്ടിഫിക്കേഷൻ വന്നതോടുകൂടി ഒരു കോമ്പറ്റീഷൻ സ്റ്റാർട്ടായി എന്ന് വേണമെങ്കിൽ പറയാം. സോ ആ കോമ്പറ്റീഷനിലെ ഏറ്റവും മികച്ച കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന എൻട്രി ലേണിംഗ് ആപ്പ് നിങ്ങൾക്ക് വേണ്ടി ഏറ്റവും മികച്ച എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ALP ബാച്ച് ഉടൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓൾറെഡി ബാച്ചസ് റണ്ണിംഗ് ആണ്. പുതിയൊരു ALP ബാച്ച് ഉടനെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ആ ബാച്ചിലേക്ക് വളരെ നല്ല രീതിയിലുള്ള റെസ്പോൺസ് ആണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലേക്ക് ജോയിൻ ചെയ്യുന്നതിന് വേണ്ടി ഡയറക്റ്റ് പർച്ചേസ് ലിങ്കും അതേപോലെ തന്നെ ഗൂഗിൾ ഫോമും ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. സോ എല്ലാവരും, അതായത് ഈ ഒരു കോഴ്സിന്റെ A to Z വിവരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ആ ഒരു ലിങ്കിലൂടെ നിങ്ങൾക്ക് കയറാവുന്നതാണ്. വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ആ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതേപോലെ സ്ക്രോൾ ചെയ്യുന്ന ഈ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ നമ്മൾ പോകുന്നത് RRB ചെന്നൈയുടെ ഒരു വെബ്സൈറ്റിലേക്കാണ്. അപ്പോൾ ഇതേപോലെ ഒരു ഇന്റർഫേസ് ആയിരിക്കും നിങ്ങൾ കാണുന്നുണ്ടാവുക. CEN 01/2024 ആണ്. ഓപ്പണിംഗ് ഡേറ്റ് 21/2024, ക്ലോസിംഗ് ഡേറ്റ് 19/2/2024. ലാസ്റ്റ് ഡേറ്റിലേക്ക് ഒന്നും ഒരിക്കലും മാറ്റി വെക്കരുത് കേട്ടോ. അങ്ങനെ ഉണ്ടായുള്ള പ്രശ്നങ്ങൾ RRB തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇത് ഒരുപാട് വൈകി കഴിഞ്ഞാൽ നിങ്ങളുടെ ലാസ്റ്റ് ടൈമിൽ എന്തെങ്കിലും ഹറിബറി വന്നു കഴിഞ്ഞാൽ ഹാങ് ആയി പോയാലോ, സൈറ്റ് ഹാങ് ഒക്കെ ആവുന്ന ഇഷ്യൂ ഉണ്ടാവാറുണ്ട്. അങ്ങനെ വന്നാലൊന്നും എക്സ്ട്രാ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യില്ല എന്ന് RRB നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ കൃത്യമായിട്ട് നിങ്ങളത് കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു 3 ക്ലിക്ക് ഹിയർ ടു വ്യൂ CEN നോട്ടിഫിക്കേഷൻ, ഇംഗ്ലീഷിലുള്ള നോട്ടിഫിക്കേഷൻ ഇവിടെ നിങ്ങൾക്ക് കിട്ടും. അതേപോലെ ഇവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഹിന്ദിയിൽ നോട്ടിഫിക്കേഷൻ കിട്ടും. ഇവിടെയാണ് അപ്ലൈ ചെയ്യേണ്ടവർ ക്ലിക്ക് ചെയ്യേണ്ടത്. ക്ലിക്ക് ഹിയർ ടു അപ്ലൈ ഓൺലൈൻ എന്ന് പറയുന്ന ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അപ്ലൈ ലിങ്ക് കൊടുക്കേണ്ടത്. സോ അങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഇതേപോലെ ഒരു ഇന്റർഫേസിലേക്കാണ് വരിക. സോ ഈ ഒരു ഇന്റർഫേസിൽ നമ്മൾ നേരെ അപ്ലൈ എന്നുള്ളടുത്ത് കൊടുക്കുക. ഓൾറെഡി ഹാവ് ആൻ അക്കൗണ്ട് എന്നുണ്ടാവും, ക്രിയേറ്റ് ആൻ അക്കൗണ്ട് എന്നുണ്ടാവും. ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഹാവ് ആൻ അക്കൗണ്ട് എന്നുള്ളത് നമ്മൾ ഒരു വട്ടം ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഫസ്റ്റ് റൗണ്ട്, അതായത് ഫസ്റ്റ് ഫേസ് കംപ്ലീറ്റ് ആയിട്ട് പിന്നെ രണ്ടാമത് കണ്ടിന്യൂ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ ഒരു ഓൾറെഡി ഹാവ് ആൻ അക്കൗണ്ട് കൊടുക്കേണ്ടത്. അല്ലാത്തവർ എന്ത് ചെയ്യുക, ക്രിയേറ്റ് ആൻ അക്കൗണ്ട് എന്നുള്ളിടത്താണ് നിങ്ങൾ കൊടുക്കേണ്ടത്. അപ്പോൾ അതിൽ ഇൻസ്ട്രക്ഷൻ ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഇൻസ്ട്രക്ഷൻസുകളൊക്കെ വായിച്ചു പോവാം. അതിനുശേഷം I have downloaded the detailed notification എന്നുള്ള ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ലെഫ്റ്റ് സൈഡിലുള്ള ഈ ഒരു ഭാഗം ക്ലിക്ക് ചെയ്തതിന് ശേഷം പ്രൊസീഡ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, സോ അങ്ങനെ പ്രൊസീഡ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ ഒരു ഇന്റർഫേസിലേക്കാണ് നിങ്ങൾക്ക് എത്തുക. അപ്പോൾ ഇതിൽ കുറച്ച് ഇതൊരു രജിസ്ട്രേഷൻ പാർട്ടാന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഒന്നാമത്തത്, ആർ യു കറന്റ്ലി debarred by an RRB or RRC എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നോ കൊടുക്കുക. ഹാവ് യു അണ്ടർ ലാസിക് സർജറി
ഓർ എനി സർജിക്കൽ പ്രൊസീജിയർ ടു കറക്റ്റ് റിഫ്രാക്റ്റീവ് എറേഴ്സ്. നോക്കിയേ, നിങ്ങളുടെ അപ്ലിക്കേഷനിൽ രണ്ടാമത്തെ പോയിന്റ് തന്നെ ഈ ഒരു സംഭവം ഞാൻ ഓൾറെഡി വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. സർജറി കണ്ണിൽ ചെയ്തിട്ടുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ കഴിയില്ല എന്നുള്ളത്, അതേപോലെ കണ്ണട ഉപയോഗിക്കുന്ന ആളുകൾക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ കഴിയില്ല എന്നുള്ള കാര്യം. സോ അത് ആദ്യമേ ഒരു എന്താ പറയുക, ഉദ്യോഗാർത്ഥികൾ അവസാന നിമിഷം നിങ്ങൾ അത് അറിയുമ്പോൾ നിങ്ങളുടെ പോസ്റ്റ് നഷ്ടപ്പെടുന്ന ഒരു സിറ്റുവേഷൻ വരാണ്ടിരിക്കാൻ വേണ്ടി റെയിൽവേ ആദ്യമേ കാര്യങ്ങൾ ചോദിച്ചു. അപ്പോൾ അതില്ലാന്നുണ്ടെങ്കിൽ നോ എന്ന് കൊടുക്കുക. ആർ യു പേഴ്സൺ വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി, അത് നോ കൊടുക്കുക. കാരണം ഡിസബിലിറ്റി ഉള്ള ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ എക്സാമിന് അപ്ലൈ ചെയ്യാൻ പറ്റില്ല കേട്ടോ. യെസ്. കൺട്രി ഓഫ് നാഷണാലിറ്റി കൊടുക്കുക. ദെൻ ഇവിടെ ആസ് പേഴ്സണൽ ഇൻഫർമേഷനിൽ ആസ് റെക്കോർഡ് ഇൻ മെട്രിക്കുലേഷൻ 10th ക്ലാസ് സർട്ടിഫിക്കറ്റ്, നിങ്ങൾ 10th സർട്ടിഫിക്കറ്റ് നിങ്ങൾ കയ്യിൽ വെക്കുക കേട്ടോ. 10th സർട്ടിഫിക്കറ്റിൽ എങ്ങനെയാണുള്ളത് അതേ രീതിയിൽ നിങ്ങൾ ഫില്ല് ചെയ്യാൻ ശ്രമിക്കുക. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഫുൾ നെയിം ഇവിടെ കൊടുക്കുക. വീണ്ടും ടൈപ്പ് ഫുൾ നെയിം ഒരു പ്രാവശ്യം കൂടി കൊടുക്കുക. ഹാവ് യു ചേഞ്ച് യുവർ നെയിം എന്നുള്ളത് നിങ്ങൾ ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ യെസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുക്കുക. ഇവിടെ ഡേറ്റ് ഓഫ് ബർത്ത് ചോദിച്ചിട്ടുണ്ട്. അതേപോലെ ടൈപ്പ് ഡേറ്റ് ഓഫ് ബർത്ത് 2 പ്രാവശ്യം കൊടുക്കുക. നമ്മൾ എന്ത് ചെയ്യുക, ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടുന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. ദെൻ ജെൻഡർ സെലക്ട് ചെയ്യുക. വീണ്ടും ഇവിടെ ഒക്കെ 2 പ്രാവശ്യം ചെയ്യുന്നുണ്ട് അല്ലേ. അതേപോലെ ഫാദേഴ്സ് നെയിം റീടൈപ്പ് ചെയ്യുക, മദേഴ്സ് നെയിം അത് റീടൈപ്പ് ചെയ്യുക. പിന്നെ നെക്സ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആധാർ വെരിഫിക്കേഷൻ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആധാർ ഉപയോഗിച്ചിട്ട് തന്നെ വെരിഫൈ ചെയ്യാൻ ശ്രമിക്കുക. വേറെ മെത്തേഡ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇനി ആർക്കെങ്കിലും ആധാർ ഇല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ എന്ത് ചെയ്താൽ മതി, ഐ ഡു നോട്ട് ഹാവ് ആധാർ കാർഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ്, അതേപോലെ തന്നെ വോട്ടേഴ്സ് ID കാർഡ്, പാസ്പോർട്ട് ഒക്കെ യൂസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. എന്നാലും നിങ്ങൾ എന്ത് ചെയ്യുക, ആധാർ കാർഡ് ഉപയോഗിച്ചിട്ട് തന്നെ വെരിഫൈ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ വെരിഫൈ യൂസിങ് ആധാർ എന്ന് കൊടുക്കുക. അതിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഐ ഡു നോട്ട് ഹാവ് ആധാർ കാർഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻസിലേക്ക് പോയാൽ മതി കേട്ടോ. ചില ആളുകൾ ചിലപ്പം ആധാർ കാർഡ് എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, വെരിഫൈ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ മൊബൈൽ നമ്പറായിട്ട് ലിങ്ക് ചെയ്യാത്ത ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ ചിലപ്പം OTP ഒക്കെ വരാൻ ഡിഫിക്കൽട്ടി ഉണ്ടാവും. സോ അങ്ങനെയുള്ള കേസിൽ എന്ത് ചെയ്യുക, ആധാർ കാർഡിന് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഐ ഡു നോട്ട് ഹാവ് ആധാർ കാർഡ് കൊടുത്തിട്ട് നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ID കാർഡ് ചൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇമെയിൽ അഡ്രസ്സ് RRBയെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പണ്ടത്തെ പോലെ നമുക്ക് കോൾ ലെറ്ററും അതേപോലെ അഡ്മിറ്റ് കാർഡും ഒന്നും നമ്മൾ വീട്ടിലേക്ക് എന്ത് ചെയ്യില്ല, മെയിലായിട്ടല്ല വരിക, അതെന്താണ് ഓൺലൈനായിട്ടാണ് അല്ലേ. സോ ഇമെയിൽ അഡ്രസ്സ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ റെഗുലറായിട്ട് നോക്കുന്ന ഒരു ഇമെയിൽ അഡ്രസ്സ് വേണമെങ്കിൽ പുതുതായിട്ടൊരു ഇമെയിൽ അക്കൗണ്ട് തുടങ്ങിക്കോളും. എന്നിട്ട് അത് ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യണം, അതായത് എക്സാമിനേഷൻ തുടങ്ങുന്നത് മുതൽ അതിൽ വരുന്ന നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് നിങ്ങൾ അത് നോക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഞാനത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ RRBയിലൊക്കെ ആദ്യത്തെ പ്രാവശ്യം റിസൾട്ടൊക്കെ വന്നു. അപ്പോൾ റിസൾട്ട് വന്നപ്പോൾ ചില ആളുകളൊക്കെ ഔട്ടായി പോയി, ചില ആളുകളൊക്കെ ഫസ്റ്റ് റൗണ്ട് CBT 1 ക്ലിയർ ചെയ്തു. പക്ഷെ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ നോർമലൈസേഷനും വേറെ പല ക്രൈറ്റീരിയയും നോട്ടിഫിക്കേഷനിൽ പറഞ്ഞതിൽ കൂടുതൽ വേക്കൻസി ഒക്കെ വന്നപ്പോൾ ആളുകൾ കൂടുതലായിട്ട് പിന്നെ എടുത്തു. അപ്പോൾ എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ നമ്മൾ റിസൾട്ട് നോക്കിയപ്പോൾ നമ്മൾ ഔട്ടായി. അപ്പോൾ നമ്മൾ വിചാരിച്ചു എല്ലാം കഴിഞ്ഞു എന്ന് വിചാരിച്ച് നമ്മൾ മാറിക്കഴിക്കും. പക്ഷേ പിന്നീട് നമ്മൾ ഈ സൈറ്റ് തുറന്നു നോക്കുമ്പോഴേക്കും, അതായത് രണ്ടാമത് എന്ത് വന്നിട്ടുണ്ടാവും, റിസൾട്ട് റീപബ്ലിഷ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ അതിൽ ഷോർട്ട് ലിസ്റ്റ് ആയി ഉണ്ടാവും. സോ അങ്ങനെയൊക്കെയുള്ള കേസ് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അതായത് ഫസ്റ്റ് റൗണ്ടിൽ നമുക്ക് റിസൾട്ട് നമ്മൾ ഫെയിൽ ആയിട്ട് പോയി കാണിക്കും, എന്നിട്ട് രണ്ടാമത്തെ റൗണ്ടിൽ വീണ്ടും എന്ത് ചെയ്യും, നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ആയി എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഇത് വരും. അതൊക്കെ മെയിലിൽ കൂടിയാണ് വരിക. നമ്മളതൊന്നും എന്ത് ചെയ്യില്ല, നമുക്ക് PSC വരുന്ന പോലെ ഒന്നും എപ്പോഴും മെസ്സേജസ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റം ഒന്നുമില്ല. പക്ഷെ മെയിൽ കൃത്യമായിട്ട് വരും. ഇത്തരത്തിലുള്ള എന്ത് ഇൻഫർമേഷൻ ഉണ്ടെങ്കിലും മെയിൽ കൃത്യമായിട്ട് വരും. നിങ്ങളൊരു മൊബൈൽ നമ്പർ പോലെ നിങ്ങൾ വളരെ അധികം ശ്രദ്ധയോടുകൂടി ഉപയോഗിക്കേണ്ടതാണ് ഈ ഒരു ഇമെയിൽ അഡ്രസ്സ്. അല്ലാണ്ട് ഏതെങ്കിലും ഒരു ഇമെയിൽ അഡ്രസ്സ് കൊടുത്ത് രജിസ്റ്റർ ചെയ്യുന്ന രീതി ആവരുത്. അത് നിങ്ങൾ അതിൻ്റെ യൂസർ നെയിമും പാസ്വേഡ് കൃത്യമായിട്ട് അറിയണം. ഇടയ്ക്കിടയ്ക്ക് ഓപ്പൺ ചെയ്ത് നോക്കണം. പ്രത്യേകിച്ച് ഫസ്റ്റ് ഇയർ എക്സാം ഒക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എപ്പോഴും അത് നോക്കേണ്ടതാണ്, നിർബന്ധമായിട്ട് നോക്കണം. നിങ്ങളുടെ കോൾ ലെറ്റർ എല്ലാ കാര്യങ്ങളും മെയിലിലൂടെ ആയിരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടാവുക. സോ മെയിൽ ID വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ അതിലൊരു നിങ്ങൾ അവിടെ ഒരു OTP ജനറേറ്റ് ഇമെയിൽ OTP എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു OTP ഇമെയിലേക്ക് വരും, അതിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ദെൻ അതേപോലെ മൊബൈൽ നമ്പർ അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മൊബൈൽ നമ്പർ കൊടുക്കുക, ജനറേറ്റ് OTP കൊടുക്കുക, OTP ഇവിടെ സെർച്ച് ചെയ്യുക. ദെൻ നിങ്ങളൊരു പാസ്വേഡ് കൊടുക്കുക. ഈ പാസ്വേഡിൽ എന്തൊക്കെല്ലാം കാര്യങ്ങൾ കൊടുക്കണം വെച്ച് കഴിഞ്ഞാൽ ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കണം, ഓക്കെ, സ്മോൾ ലെറ്റർ കൊടുക്കണം, അതേപോലെ തന്നെ സ്പെഷ്യൽ ക്യാരക്ടർ കൊടുക്കണം, നമ്പർ കൊടുക്കണം. അപ്പോൾ ആ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയാന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരാൾക്ക് ഒരു പാസ്വേഡ് ഉണ്ടാക്കാന്ന് വെച്ചാൽ, ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണ്, സേ അജയ് 123 എന്ന് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം അല്ലേ. അപ്പോൾ ആദ്യത്തെ ലെറ്റർ എന്ത് വേണമെങ്കിൽ കൊടുക്കാം, ക്യാപിറ്റൽ A കൊടുക്കാം. പിന്നെ ബാക്കിയുള്ള ലെറ്റേഴ്സ് എന്തായി കൊടുക്കാം, സ്മോൾ ലെറ്റേഴ്സ് കൊടുക്കാം. പിന്നെ 1 2 3 അത് മാത്രം പോരാ, ഒരു സ്പെഷ്യൽ ക്യാരക്ടറുമാണ് അല്ലേ. അപ്പോൾ എന്ത് ചെയ്തോളൂ, സേ ഒരു 1 2 3 കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ഹാഷോ അല്ലെങ്കിൽ ഒരു സ്റ്റാറോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ക്യാരക്ടർ നിങ്ങൾ എന്ത് ചെയ്യുക, കൊടുക്കുക. സോ ആ രീതിയിൽ നിങ്ങൾക്ക് പാസ്വേഡ് കൊടുക്കാം. അതേപോലെ തന്നെ ഇവിടെ എന്ത് ചെയ്യാം, ഇവിടെ ഒരു ക്യാപ്ച, അതായത് ഈ തന്നിരിക്കുന്ന നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ദെൻ പ്രിവ്യൂ ആൻഡ് ക്രിയേറ്റ് അക്കൗണ്ട് എന്നുള്ള ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായിരിക്കും, നിങ്ങളുടെ ആ ഒരു അക്കൗണ്ട് ആക്റ്റീവ് ആയിട്ടുണ്ടാവും. ഓക്കെ,
സോ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഇതെങ്ങനെയാണെന്നുള്ളത് ക്ലിയർ ആണല്ലോ, ഈ ഒരു പ്രൊസീജിയർ എല്ലാവർക്കും. ഓക്കെ, ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, ഇപ്പൊ നിങ്ങളുടെ അക്കൗണ്ട് ക്രിയേറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ യൂസർ നെയിം എന്നുള്ള സ്ഥലത്ത് നിങ്ങളുടെ മൊബൈൽ നമ്പറും പാസ്വേഡ് ആയിട്ട് നിങ്ങൾ എന്താണോ ടൈപ്പ് ചെയ്തിട്ടുള്ളത് ആ പാസ്വേഡും നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് എൻ്റർ ചെയ്യുക. ആ ഒരു പാസ്വേഡ് നിങ്ങൾ ഓർത്തിരിക്കൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പാസ്വേഡ് എവിടെയെങ്കിലും എഴുതി വെച്ചേക്കുക. ആ യൂസർ നെയിം ആയിട്ട് മൊബൈൽ നമ്പറോ ഇമെയിൽ അഡ്രസ്സോ കൊടുത്താൽ മതി. പാസ്വേഡ് ആയിട്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത ആ പാസ്വേഡുമാണ് കൊടുക്കേണ്ടത്. അങ്ങനെ ലോഗിൻ ചെയ്യുമ്പോൾ ഇതേപോലൊരു ഇന്റർഫേസിലേക്കാണ് നിങ്ങൾക്ക് വരിക. ഓക്കെ, അപ്പോൾ ആ ഒരു ഇൻസ്ട്രക്ഷൻസ് ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് വായിച്ചു നോക്കാം. എന്നിട്ട് നേരെ എന്ത് ചെയ്യുക, ഓൺലൈൻ ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഈ ഒരു സെക്ഷനിലേക്ക് പോകണം. അപ്പോൾ അതിന് മുന്നേ ഒരൊറ്റ കാര്യം ഞാൻ ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കുകയാണ്. നിങ്ങൾ ഒരുപാട് ടൈം എടുത്താണ് ഇത് ചെയ്യുന്നതെങ്കിൽ ഒന്ന് ആലോചിക്കണം, ഈ ഒരു സെഷൻ എന്ന് പറയുന്നത് 30 മിനിറ്റ് ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. അതായത് 30 മിനിറ്റ് ആകുമ്പോൾ ഈ സെഷൻ എന്താവും, ഓട്ടോമാറ്റിക്കലി ലോഗ് ഔട്ട് ആയി പോകും. അപ്പോൾ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, നിങ്ങൾ ആപ്ലിക്കേഷന് ഒന്നും നഷ്ടപ്പെടുന്നില്ല, കാരണം വീണ്ടും നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാം. പക്ഷേ 30 മിനിറ്റ് ആണ് ഒരു സെഷൻ്റെ ടൈമായിട്ട് ഉള്ളത്. അപ്പോൾ 30 മിനിറ്റ് കഴിഞ്ഞാൽ സെഷൻ എക്സ്പയർഡ് ആവും, അത്രയേ ഉള്ളൂ. അപ്പോൾ നേരെ നമ്മൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഈ ഒരു സെക്ഷനിലേക്ക് വരാം. അപ്പോൾ ഈ ഓൺലൈൻ ആപ്ലിക്കേഷനിലേക്ക് വരുന്ന സമയത്ത് ഇതുപോലൊരു ഇൻ്റർഫേസ് കാണാം. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് റീജിയൻ ആണെന്നുള്ളത് സെലക്ട് ചെയ്യണം. ഈ റീജിയൻ സെലക്ട് ചെയ്യുന്നതിലൊരു പ്രശ്നമുള്ളത്, നിങ്ങളിപ്പോൾ ട്രിവാൻഡ്രം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ, സൗത്ത് റെയിൽവേൻ്റെ ഒരു ഓപ്ഷൻ മാത്രമേ കാണുന്നുള്ളൂ. എന്നാൽ നിങ്ങൾ സെലക്ട് ചെയ്യുന്നത് സെക്കന്ദരാബാദ് ആണെന്ന് വിചാരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് 2 ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഈസ്റ്റ് കോസ്റ്റ് റെയിൽവേ ഉണ്ട്, സൗത്ത് സെൻട്രൽ റെയിൽവേ ഉണ്ട്. ഇപ്പം ഞാനിതൊരു റീജിയനായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ സൗത്ത് സെൻട്രൽ റെയിൽവേ എന്ന് പറയുമ്പോൾ അത് കുറച്ചുകൂടി എന്താണ് സൗത്തിലേക്ക് അടുത്ത് വരും. അതായത് എന്താണ് കമ്പാരിറ്റീവ്ലി ഡിസ്റ്റൻസ് കുറവായിരിക്കും. ഈസ്റ്റ് കോസ്റ്റ് റെയിൽവേ എന്ന് പറയുമ്പോൾ ഒഡീഷൻ്റെ ആ ഒരു ഭാഗത്തേക്കൊക്കെ ആയിട്ട് എന്തായിരിക്കും കൂടുതൽ പോസ്റ്റിംഗ് വരാൻ, അതായത് വിശാഖപട്ടണം ആ ഒരു ഭാഗങ്ങളിലേക്കൊക്കെ ആയിരിക്കും ഈസ്റ്റ് കോസ്റ്റ് റെയിൽവേയിൽ വരുന്നുണ്ടാവുക. സോ നമ്മൾ ആ 2 ഓപ്ഷൻസ് ഉണ്ട്, അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് ഈക്കോർ ഈസ്റ്റ് കോസ്റ്റ് റെയിൽവേ ഉണ്ട്, സൗത്ത് സെൻട്രൽ റെയിൽവേ ഉണ്ട്. ഇപ്പോൾ നമ്മൾ ബാംഗ്ലൂർ നോക്കുകയാണെങ്കിൽ എന്ത് മാത്രമേ ഉള്ളൂ, SWR സൗത്ത് വെസ്റ്റേൺ റെയിൽവേ മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ ഓരോ റീജിയൻ നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക കേട്ടോ. ഓരോ റീജിയനിൽ ഉള്ളതൊക്കെ സെലക്ട് ചെയ്യുക. ഇവിടെ ഇപ്പോൾ നോക്കി ചെന്നൈയിൽ നോക്കുകയാണെങ്കിൽ എന്തൊക്കെയുണ്ട്, CR ഉണ്ട്, SCR ഉണ്ട്, വെസ്റ്റേൺ റെയിൽവേ ഉണ്ട്, എല്ലാം ഉണ്ട് അല്ലേ, സൗത്ത് സെൻട്രൽ റെയിൽവേ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം കേട്ടോ. ഒന്ന് മാത്രമല്ല ടിക്കേണ്ടത്, എല്ലാം ടിക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ചെന്നൈ നോക്കുകയാണെങ്കിൽ എന്താണ്, ചെന്നൈയിൽ സൗത്ത് മാത്രമേ വരുന്നുള്ളൂ അല്ലേ, ആ സൗത്ത് മാത്രമേ ടിക്ക് ചെയ്യുക. ഇവിടെ ഒരു ടിക്ക് മാർക്ക് കൊടുക്കുക, എന്ത് ചെയ്യുക, നെക്സ്റ്റ് കൊടുക്കാം. ഓക്കെ, അങ്ങനെ നെക്സ്റ്റ് കൊടുക്കുന്ന സമയത്ത് ഇതുപോലെ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഓൾറെഡി എൻ്റർ ചെയ്ത ഡീറ്റെയിൽസ് ഇവിടെ കാണാം. അതിന് താഴെ നിങ്ങൾ എൻ്റർ ചെയ്ത് തുടങ്ങേണ്ടത് ഇവിടെ മുതലാണ്. മാരിറ്റൽ സ്റ്റാറ്റസ്, റിലീജിയന്, ചോയ്സ് ഓഫ് ലാംഗ്വേജ് ഓഫ് എക്സാമിനേഷന്. എല്ലാ ലാംഗ്വേജിലും എക്സാം ഉണ്ട്. ഇംഗ്ലീഷിൽ തന്നെ കൊടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ, കാരണം നമ്മൾ പഠിക്കുന്ന പുസ്തകങ്ങളൊക്കെ ഇംഗ്ലീഷിലാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഇംഗ്ലീഷിൽ തന്നെ കൊടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ കേട്ടോ. ഓക്കെ, സോ നമ്മൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് സെലക്ട് ചെയ്യാം. അതേപോലെ തന്നെ നമ്മുടെ പെർമനൻറ്റ് വിസിബിൾ മാർക്ക്, അതേപോലെ പെർമനൻറ്റ് വിസിബിൾ മാർക്ക് ഓൺ ഐഡൻറ്റിഫിക്കേഷൻ ടു, അതൊക്കെ നമ്മൾ SSLC ബുക്കിലൊക്കെ ഉണ്ടാവും. നമ്മൾ ഐഡൻറ്റിഫിക്കേഷൻ മാർക്കില്ലേ, എ ബ്ലാക്ക് മോൾ ഓൺ ദ റൈറ്റ് റിസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ഉണ്ടാവില്ല, ആ ഒരു സംഭവമാണ് അവിടെ വരുന്നത് കേട്ടോ. യെസ്, നെക്സ്റ്റ് കമ്മ്യൂണിറ്റി ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കുക. അൺറിസർവ്ഡ് ആണോ, SC ആണോ, ST ആണോ, OBC ആണോ, EWS ആണോ എന്ന് പറയുന്ന ആ ഒരു സംഭവം. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതായത് ഞാൻ പറയാൻ പോകുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് റിസർവേഷൻ കാറ്റഗറിയിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഇപ്പോൾ അൺറിസർവ്ഡ് കൊടുക്കുകയാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല, നേരെ നിങ്ങൾക്ക് പ്രൊസീഡ് ചെയ്യാം, യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ നിങ്ങൾ കൊടുക്കുന്നത് റിസർവേഷൻ കാറ്റഗറീസ്, OBC കൊടുത്തു എന്ന് വിചാരിക്കുക. OBC കൊടുക്കുമ്പോൾ അത് ഇതുപോലെ കാണിക്കുക, ഓൺലി ദോസ് കമ്മ്യൂണിറ്റി വിച്ച് ആർ റെക്കഗ്നൈസ്ഡ് ബൈ സെൻട്രൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആർ എലിജിബിൾ. അത് നമ്മൾ അണ്ടർസ്റ്റുഡ് കൊടുക്കുക. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ആർ യു അണ്ടർ OBC നോൺ ക്രീമിലെയർ എന്ന് ചോദിക്കും. അപ്പോൾ യെസ് ആണ് കൊടുക്കുന്നതെങ്കിൽ, നോൺ ക്രീമിലെയറിലാണെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും, നമ്മൾ ആ സർട്ടിഫിക്കറ്റ് നമ്പർ എന്ത് ചെയ്യേണ്ടി വരും. നിങ്ങളുടെ കയ്യിൽ സർട്ടിഫിക്കറ്റ് ഉണ്ടാവുമല്ലോ, ഓൾറെഡി നിങ്ങൾ എടുത്തു വെച്ച സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അതെടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഒരു സർട്ടിഫിക്കറ്റ് ക്രിയേറ്റ് ചെയ്യുക. എന്തായാലും നമുക്ക് സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യം വരുന്നുണ്ട്, കാരണം നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ടൈമിലൊക്കെ സർട്ടിഫിക്കറ്റ് കൊടുക്കണം. അത് ഇപ്പോഴേ എടുത്ത് വെക്കുക. ആ ഒരു കോൺഫിഡൻസ് ആയിട്ട് ചെയ്യട്ടോ, കോൺഫിഡൻ്റ് ആയിട്ട് ചെയ്യാം. നമുക്ക് എന്തായാലും ജോലി കിട്ടുന്നുള്ള ഒരു കോൺഫിഡൻസിൽ പോയി സർട്ടിഫിക്കറ്റ് ഒക്കെ എടുക്കട്ടോ. എന്തിനു വേണ്ടിയാണ് സർട്ടിഫിക്കറ്റ് എടുക്കുന്നത് വെച്ചാൽ നമ്മൾ ജോലിക്ക് വേണ്ടിയാണെന്ന് തന്നെ പറയാം അല്ലേ, അല്ലാണ്ട് ജസ്റ്റ് ഒരു OBC എടുക്കുകയല്ല, നമുക്ക് ജോലിക്ക് വേണ്ടിയാന്നുള്ള ഒരു കോൺഫിഡൻസിൽ തന്നെ എടുക്കുക. സോ ഇവിടെ ഇഷ്യൂയിങ് അതോറിറ്റി ഉണ്ടാവും. അത് എന്തൊക്കെ പറഞ്ഞിട്ടുള്ള വെച്ചാൽ പ്രസിഡൻസി മജിസ്ട്രേറ്റ് പറഞ്ഞിട്ടുണ്ട്, ഡെപ്യൂട്ടി കമ്മീഷണർ, അഡീഷണൽ മജിസ്ട്രേറ്റ്, കളക്ടർ, ഡെപ്യൂട്ടി കമ്മീഷണർ, ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ്, എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ്, ദെൻ പ്രസിഡൻസി മജിസ്ട്രേറ്റ്, റവന്യൂ ഓഫീസർ നോട്ട് ലെസ് ദാൻ ദ റാങ്ക് ഓഫ് തഹസീൽദാർ, സബ് ഡിവിഷണൽ ഓഫീസർ, താലൂക്ക് മജിസ്ട്രേറ്റ്, തഹസീൽദാർ. അപ്പോൾ പഞ്ചായത്തിൽ നിന്ന് കിട്ടുന്ന സർട്ടിഫിക്കറ്റ് മതിയാവില്ല കേട്ടോ. ഇവിടെ നമ്മൾ പഞ്ചായത്ത് ലെവലിൽ നിന്ന് കിട്ടുന്ന സർട്ടിഫിക്കറ്റ് മതിയാവില്ല. നമ്മൾ സിവിൽ സ്റ്റേഷനിലൊക്കെ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യണം,
നമ്മൾ എന്ത് ചെയ്യണം, തഹസീൽദാർ അല്ലെങ്കിൽ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് ഓഫീസറിന്റെ അണ്ടറിലുള്ള ആ ഒരു തന്നെ എടുക്കണം. ഇതിലെ ഈ സർട്ടിഫിക്കറ്റിന്റെ ഫോർമാറ്റ്സ് നോട്ടിഫിക്കേഷനിൽ കൃത്യമായിട്ട് തന്നിട്ടുണ്ട് കേട്ടോ. ഇനി ആർക്കെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ ആ നോട്ടിഫിക്കേഷന്റെ ലിങ്ക് ഞാൻ എന്ത് ചെയ്യാം, ഈ വീഡിയോന്റെ താഴെ, നിങ്ങൾ ഓൾറെഡി ആപ്ലിക്കേഷൻ തുടങ്ങിയ സമയത്ത് ഒരു നോട്ടിഫിക്കേഷൻ കണ്ടില്ല, അതിലുണ്ട് സർട്ടിഫിക്കറ്റിന്റെ ഫോർമാറ്റ്. അത് പ്രിന്റ് എടുത്തിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ കൊണ്ടുപോയിട്ട് ഫില്ല് ചെയ്തിട്ട് അത് പഞ്ചായത്തിലൂടെയാണ് അങ്ങോട്ട് ഫോർവേഡ് ചെയ്യേണ്ടതെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത് നിങ്ങൾ അന്വേഷിച്ച് നോക്കുക, സർട്ടിഫിക്കറ്റ് എങ്ങനെയാണ് അവിടെ നിന്ന് എടുക്കുക എന്നുള്ള കാര്യം അതൊന്ന് നോക്കാം. യെസ്, സോ ആ ഒരു സർട്ടിഫിക്കറ്റിന്റെ നമ്പറും അത് ഇഷ്യൂയിങ് അതോറിറ്റിയും ഡേറ്റ് ഓഫ് ഇഷ്യൂ നിങ്ങൾ കൊടുക്കണം. ഈ ഡേറ്റ് ഓഫ് ഇഷ്യൂ എന്ന് പറയുന്നത് മസ്റ്റ് ആയിട്ടും എക്സാം ക്ലോസിംഗ് ഡേറ്റിന് മുന്നായിരിക്കണം. സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് സർട്ടിഫിക്കറ്റ് എടുക്കാനുള്ളവർ ലാസ്റ്റ് ഡേറ്റിലേക്കൊന്നും മാറ്റി വെക്കരുത്. വാലിഡ് ആയിട്ടുള്ള ഈ പറഞ്ഞ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അതന്നെ ഉപയോഗിച്ചാൽ മതി കേട്ടോ. ഒരു 2-3 മാസത്തിനുള്ളിലോ അല്ലെങ്കിൽ ഒരു 6 മാസത്തിനുള്ളിലോ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അതന്നെ ഉപയോഗിച്ചാൽ മതി. ഒരുപാട് പഴയ സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ നിങ്ങൾ വീണ്ടും എന്ത് ചെയ്യണം, വീണ്ടും എടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. യെസ്, ഇനി നമ്മൾ പ്രസന്റ് അഡ്രസ്സ് പെർമനന്റ് അഡ്രസ്സ് കൊടുക്കുക. ടിക്ക് ഇഫ് പെർമനന്റ് അഡ്രസ് ഇസ് സെയിം ആസ് പ്രസന്റ് അഡ്രസ്, അത് കൊടുത്താൽ ഇത് രണ്ട് സെയിം ആയിട്ട് വരും. എന്നിട്ട് എന്ത് ചെയ്യുക, സേവ് അടിച്ചിട്ട് നെക്സ്റ്റിലേക്ക് പോവാം. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി നമ്മൾ സേവ് കഴിഞ്ഞിട്ട് നമ്മൾ നെക്സ്റ്റ് കൊടുക്കുകയാണെങ്കിൽ ഇതേപോലെ ഇന്റർഫേസിലേക്കാണ് നിങ്ങൾ എത്തുക. ഇവിടെ നിങ്ങൾ കൊടുക്കേണ്ടത് എക്സ് സർവീസ് മാൻ ആണെന്നുണ്ടെങ്കിൽ അത് എക്സ് സർവീസ് മാൻ അടുത്ത് നിങ്ങൾ അല്ലെങ്കിൽ നോന്ന് കൊടുക്കുക. പേഴ്സൺ വിത്ത് ഡിസേബിലിറ്റി ആണെങ്കിൽ അത് എന്തായാലും നോ തന്നെ കൊടുക്കാൻ പാടുള്ളൂ. പിന്നെ എക്കണോമിക്കലി ബാക്ക്വേർഡ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, യെസ് ആണെങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, പ്രൊവൈഡ് ചെയ്യേണ്ടി വരും കേട്ടോ. അവിടെ നമ്മൾ എന്താണ് സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ നോ കൊടുക്കുക. നോ കൊടുത്തു കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല. ദെൻ ആർ യു എംപ്ലോയി, നിങ്ങൾ നിലവിൽ ഏതെങ്കിലും എംപ്ലോയി ആണെങ്കിൽ യെസ് കൊടുക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, നോ കൊടുക്കുക. ദെൻ കറന്റ് എംപ്ലോയ്മെന്റ് ഡീറ്റെയിൽസ് എക്സ്ക്ലൂഡിങ് റെയിൽവേ അല്ലാത്ത ഏതെങ്കിലും ഓർഗനൈസേഷനിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യുക, അതും ഇവിടെ കൊടുക്കുക. ദെൻ ഇവിടെ ഇപ്പോൾ ഇല്ല എന്നാണെങ്കിൽ നോട്ട് അപ്ലിക്കബിൾ എന്ന് കൊടുക്കുക. ദെൻ ഇനി നിങ്ങൾ ആർ യു കോഴ്സ് കംപ്ലീറ്റഡ് ആക്ട് അപ്രന്റൈസ് എന്നുള്ള ആ ഒരു ഓപ്ഷനിൽ നിങ്ങൾ ആ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് നിങ്ങൾ ITA ട്രേഡ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നെയിം ഓഫ് ട്രേഡ് ഇവിടെ കൊടുക്കാം. ആർമേച്ചർ വൈൻഡിങ്, ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക്സ്, ഫിറ്റർ, ഹീറ്റ് എഞ്ചിൻ, അങ്ങനെ എല്ലാ ട്രേഡും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഡേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ട്രെയിനിങ് ഡേറ്റ് കൊടുത്തിട്ടുണ്ട്, സർട്ടിഫിക്കറ്റ് നമ്പർ കൊടുത്തിട്ടുണ്ട്, സർട്ടിഫിക്കറ്റ് ഡേറ്റ്സ് എത്രയാണ് നിങ്ങൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യേണ്ടത് കേട്ടോ. ഇനി അതല്ല നിങ്ങൾ ഇത് കംപ്ലീറ്റഡ് അല്ലെങ്കിൽ, ഈ ഒരു സംഭവം നിങ്ങൾ കംപ്ലീറ്റഡ് അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ നോ എന്ന് കൊടുക്കുക അല്ലേ, നിങ്ങൾ ഇവിടെ നോ എന്ന് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, നെക്സ്റ്റ് നിങ്ങൾ എൻ്റർ ചെയ്യേണ്ടത് നിങ്ങളുടെ ബാങ്ക് ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങൾ അപ്ലിക്കേഷൻ ഫീ നമ്മൾ കൊടുക്കുന്ന സമയത്തുള്ള അപ്ലിക്കേഷൻ ഫീ എക്സാം എഴുതി കഴിഞ്ഞാൽ റീഫണ്ട് കിട്ടും അല്ലേ. ഇപ്പം നമ്മൾ 500 രൂപ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൽ 400 രൂപയും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, റീഫണ്ട് ആയിട്ട് കിട്ടുന്നുണ്ട് അല്ലേ. സോ ആ റീഫണ്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള എന്താണ് അക്കൗണ്ട് നമ്പറാണ്. ഓൺലി അക്കൗണ്ട് നമ്പർ ആൻഡ് IFSC കോഡ് ആർ യൂസ്ഡ് ഫോർ റീഫണ്ട് ഫിൽ വിത്ത് കോഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് നിങ്ങൾ കൃത്യമായിട്ട് പ്രൊവൈഡ് ചെയ്യുക, കാരണം ആ പൈസ നിങ്ങളുടെ ആ അക്കൗണ്ടിലേക്കായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടാവുക. സോ അത് കെയർഫുൾ ആയിട്ട് ഫിൽ ചെയ്യുക. ഓക്കെ, ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ പോവേണ്ടത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനിലേക്കാണ്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്ന ഈ ഒരു സെക്ഷനിലേക്ക് എത്തും. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്, SSLC വിത്ത് ITI, അതേപോലെ തന്നെ or SSLC with completed act apprenticeship in the trade of armature, coil winder, electrician, ആ ഒരു ട്രേഡ്സിലൊക്കെ ഉള്ളത്. ആ 2 ഓപ്ഷൻസ് ഉള്ളത്. പിന്നെ മൂന്നാമത് ഡിപ്ലോമ കഴിഞ്ഞ ആളുകൾ, എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ആളുകൾ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം നിങ്ങൾ മെട്രിക്കുലേഷൻ എന്ന് പറയുന്ന ഈ ഒരു സെക്ഷനിൽ നിങ്ങൾ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. അതായത് നിങ്ങൾക്ക് ഇവിടെയുള്ള ഈ ഒരു മെട്രിക്കുലേഷൻ എന്ന് പറയുന്ന പാർട്ടിലുള്ള ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കാം. പിന്നെ ആഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത, അതായത് നമ്മൾ എഞ്ചിനീയറിംഗ് ആണോ ITI ആണോ NIC ആണോ എന്നുള്ളത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് കൊടുത്തു, ഏത് ഡിസിപ്ലിനിലാണെന്ന് കൊടുത്തു, അതേപോലെ സ്റ്റേറ്റ് സെലക്ട് ചെയ്ത് കൊടുത്തു, അതേപോലെ ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക, ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്യുക, നെയിം ഓഫ് കോളേജ് കൊടുക്കാം. ഓക്കെ, നെയിം ഓഫ് കോളേജ് നമുക്ക് കൊടുക്കാം. നെയിം ഓഫ് കോളേജ് കൊടുത്തു. അങ്ങനെ നെയിം ഓഫ് കോളേജ് കൊടുത്തതിന് ശേഷം ഡേറ്റ് ഓഫ് പാസിംഗ് കൊടുക്കുക. ഡേറ്റ് ഓഫ് പാസിംഗ് നമുക്ക് നിങ്ങൾ ഏതാണോ ഡേറ്റ് പാസ്സായിട്ടുള്ളത് ആ ഒരു ഡേറ്റ് കൊടുക്കുക, ആഡ് ഒന്ന് കൊടുക്കുക. ഓക്കെ, യെസ്. അപ്പോൾ ഇത്രയും ക്വാളിഫിക്കേഷൻ നിങ്ങൾ ആഡ് ചെയ്താൽ മതി. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ആഡ് ചെയ്താൽ മതി. സോ ആ ഒരു കാര്യങ്ങൾ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് കൊടുക്കാം. ഓക്കെ, നെക്സ്റ്റ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഫോട്ടോഗ്രാഫും അതേപോലെ തന്നെ തമ്പുമാണ് എന്ത് ചെയ്യാണ്ടാവുക, അപ്ലോഡ് ചെയ്യാണ്ടാവുക. ഇത് വളരെ കെയർഫുൾ ആയിട്ട് ചെയ്യണം, കാരണം ഇതിൽ പറഞ്ഞിരിക്കുന്ന ആ ഒരു ഫോർമാറ്റിൽ വേണം നമ്മൾ അപ്ലോഡ് ചെയ്യാൻ. ഇറ്റ് ഷുഡ് ബി എ കളർ പാസ്പോർട്ട് ഫോട്ടോഗ്രാഫ് വിത്ത് ബാക്ക്ഗ്രൗണ്ട്. ഇറ്റ് ഷുഡ് ബി സൈസ് 35 mm × 45 mm. 35 mm വിഡ്ത്തും 45 ഹൈറ്റും ഉള്ള രീതിയിൽ JPEG ഫോർമാറ്റിലായിരിക്കണം. സൈസ് ഓഫ് ദ ഫോട്ടോ ഷുഡ് ബി 30 to 70 KB ആയിരിക്കണം. ഫോട്ടോഗ്രാഫ്സ് ടേക്കൺ യൂസിങ് മൊബൈൽ ആൻഡ് സെൽഫി പോർട്രേറ്റ് മേ ബി റിസൾട്ട് ഇൻ റിജക്ഷൻ ഓഫ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇൻസ്ട്രക്ഷൻസ് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, വായിച്ചു നോക്കുക. അതേപോലെ സ്പെസിഫിക്കേഷൻ ഓഫ് സിഗ്നേച്ചർ ഇമേജും ഇവിടെ കൊടുത്തിട്ടുണ്ട്. കൃത്യമായിട്ട് ആ ഒരു പറഞ്ഞിരിക്കുന്ന ആ ഒരു ഫോർമാറ്റിൽ തന്നെ നിന്നുകൊണ്ട് എന്ത് ചെയ്യുക, സിഗ്നേച്ചറും ഫോട്ടോയും അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക.
ഓക്കെ, നമ്മൾ ഫോട്ടോസ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുത്ത ഒരു ഇതിലേക്ക് നടക്കുകയാണ്, പ്രിഫറൻസ് ആൻഡ് പ്രിവ്യൂസ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഏതൊക്കെ സ്റ്റേജ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു, പേഴ്സണൽ ഡീറ്റെയിൽസ്, അതർ ഡീറ്റെയിൽസ്, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷന്, അപ്ലോഡ്, പ്രൊഫൈൽ ഡോക്യുമെന്റ്സ് ആയി. അതിന് ശേഷമാണ് പ്രിഫറൻസ് ആൻഡ് പ്രിവ്യൂ എന്ന് പറയുന്ന ഈ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷനിലേക്ക് വരുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു ഞാനിപ്പോൾ ഇലക്ട്രിക്കലാണ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, ട്രേഡായിട്ട് നമ്മൾ ബ്രാഞ്ചായിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്, എഞ്ചിനീയറിംഗ് ബ്രാഞ്ചായിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ അവിടെ നിങ്ങൾക്ക് നോക്കുന്ന സമയത്ത് ഓപ്ഷൻസിൽ ഏതൊക്കെയാണ്, ഇലക്ട്രീഷ്യൻ, ഇൻസ്ട്രുമെന്റ് മെക്കാനിക്, വയർമാൻ, ആർമേച്ചർ കോയിൽ ആൻഡ് വൈൻഡർ, റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് മെക്കാനിക്. ഇതിൽ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം, ഏത് ട്രേഡ് വേണമെങ്കിലും ചൂസ് ചെയ്യാം. അത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ പാർട്ട് ബിയിൽ, അതായത് CBT 2 പാർട്ട് ബിയിൽ ക്വാളിഫയിങ് ട്രേഡ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഓരോ ബ്രാഞ്ചുകാർക്കും ഇതേപോലെ ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പോൾ നമ്മൾ മെക്കാനിക്കൽ ചൂസ് ചെയ്യുകയാണെങ്കിൽ മെക്കാനിക്കലിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളതാണ് വരിക. അപ്പോൾ അതേതാണോ ആ ഒരു ട്രേഡ് ആയിരിക്കും എടുക്കുക. അപ്പോൾ നമ്മളിപ്പോൾ സാധാരണ നമ്മൾ ബിടെക് കഴിഞ്ഞ ആളുകൾ ഇലക്ട്രീഷ്യൻ എക്സാം ഒക്കെ സാധാരണ എഴുതാറുണ്ട്. അപ്പോൾ സാധാരണ നമ്മൾ ഇലക്ട്രീഷ്യൻ കൊടുക്കുക, അല്ലെങ്കിൽ വയർമാൻ വേണമെങ്കിൽ കൊടുക്കാം. ഞാൻ ഇലക്ട്രീഷ്യൻ കൊടുത്തു എന്ന് വിചാരിക്കുക, ഇലക്ട്രീഷ്യൻ ഇവിടെ കൊടുത്തു. അതിനുശേഷം ഇവിടെ RRB സോൺസ് നമുക്കിവിടെ ചൂസ് ചെയ്യാം. ഇവിടെ ഇപ്പോൾ സദേൺ റെയിൽവേയിലുള്ള ഒരു ഓപ്ഷൻ മാത്രമാണ് ഈ ഒരു സെക്ഷനിൽ വരുന്നത്, വേറെ സെക്ഷൻസ് ഒന്നും വരുന്നില്ലാത്തത് കൊണ്ട് തന്നെ ഇവിടെ നമ്മൾ എന്ത് ചെയ്താൽ മതി, ആ ഒരു പോസ്റ്റ് മാത്രമേ സെലക്ട് ചെയ്യാനുള്ളൂ. വേണമെങ്കിൽ ഇവിടെ RRB ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഇവിടെ RRB ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ കൂടി ഉണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു സെക്കന്ദരാബാദ് ഒക്കെ കൊടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ 2 റീജിയൻസ് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് സെലക്ട് ചെയ്യായിരുന്നു. ഓക്കെ, ദെൻ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു പോർഷൻസിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കി, ഇപ്പോൾ ഇവിടെ 2 ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ വേണമെങ്കിൽ ഓർഡർ ചേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, ഓർഡേഴ്സ് നമുക്ക് എന്ത് ചെയ്യാം, ചേഞ്ച് ചെയ്യാം. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ നമ്മൾ ഈ ഒരു പോർഷൻ ഐ ഹാവ് എക്സസൈസ് ആൻഡ് ചെക്ക്ഡ് മൈ ഓർഡേഴ്സ് എന്നുള്ള ഭാഗം കൊടുക്കുക, ഇയർ ബൈ ഡിക്ലെയർ കൊടുക്കുക. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, പ്ലേസ് കൊടുക്കുക. ദെൻ ഫൈനലി പ്രിവ്യൂ ആപ്ലിക്കേഷൻ കൊടുക്കുക കേട്ടോ. ഓക്കെ, സോ ഇത്രയാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ഇവിടെ സെലക്ട് ചെയ്യാനുള്ളത്. അതിന് ശേഷമായിരിക്കും നമുക്ക് എന്ത് ചെയ്യുക, പേയ്മെൻറ്റ് കൊടുക്കുന്ന ആ ഒരു സെക്ഷനിലേക്ക് നമ്മൾ അടുത്തൊരു സ്റ്റേജിലേക്ക് നമ്മൾ പോകുന്നുണ്ടാവുക. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു പേയ്മെൻറ്റ് ഇൻ്റർഫേസിൽ വന്ന് പേയ്മെൻറ്റ് കൂടി കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ എന്തായി, നിങ്ങൾക്ക് നിങ്ങളുടെ ഫൈനൽ സബ്മിഷൻ കംപ്ലീറ്റ് ആയി എന്ന് പറയാം. സോ ഇത്രയാണ് നമ്മളെ ഈ ഒരു ആപ്ലിക്കേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഓരോ കാറ്റഗറിയിലും ഡിഫറെൻറ്റ് പേയ്മെൻറ്റ്സ് ആയിരിക്കും വരുന്നുണ്ടാവുക. സോ ഈ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുക. സോ ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ, ഒന്ന് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്, നിങ്ങളുടെ OBC ആണെങ്കിൽ നിങ്ങൾ ആ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്ന അതോറിറ്റി, അത് ചിലപ്പോൾ നിങ്ങൾ പഞ്ചായത്തിലൊക്കെ എടുത്ത സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ അത് മതിയാവില്ല. നിങ്ങൾ എന്ത് ചെയ്യണം, തഹസീൽദാറെ കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ആ രീതിയിലുള്ള സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യണം. അത് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. രണ്ടാമത് നമ്മൾ ഏത് ട്രേഡ് സെലക്ട് ചെയ്യുന്നു, ഏത് RRB ചൂസ് ചെയ്യുന്നു. അപ്പോൾ ഈ 3 കാര്യങ്ങൾ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ ആസ് യൂഷ്വൽ ഏതൊരു ആപ്ലിക്കേഷനിലുള്ള പോലെ ഫോട്ടോസ് അതിൻ്റെ സൈസ് കറക്റ്റായിട്ട് പ്രൊപ്പോർഷനിൽ ചെയ്യുക, അതേപോലെ തന്നെ സിഗ്നേച്ചർ കറക്റ്റായിട്ട് ചെയ്യുക. സോ അത്തരം കാര്യങ്ങളാണ് ഇവിടെ നിങ്ങൾ ആപ്ലിക്കേഷൻ റിലേറ്റഡ് ആയിട്ട് ചെയ്യാനുള്ളത്. സോ അത്തരം കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പ്രൊസീഡ് ചെയ്യാം. സോ ഇനി നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഡൗട്ട്സുകളാണ്, ഏത് ട്രേഡ് സെലക്ട് ചെയ്യണം, ഏത് റീജിയൻ സെലക്ട് ചെയ്യണം. ഇത് 2 റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസുകൾ നമ്മൾ തുടർന്നുള്ള ദിവസങ്ങളിൽ ഈ ചാനലിലൂടെ നമ്മൾ ചെയ്യുന്നതാണ്. വേറെ എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വീഡിയോസ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ്, ക്വയറീസ് നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക. സോ ഞാൻ നേരത്തെ ഒരിക്കൽ കൂടി പറഞ്ഞ പോലെ തന്നെ RRB ALPയിലേക്ക് നമ്മൾ ആപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു, പക്ഷേ നമ്മൾ പഠിച്ചു തുടങ്ങേണ്ടതായിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് പഠിച്ചു തുടങ്ങണം. സോ പഠിച്ചു തുടങ്ങുന്നതിന് വേണ്ടി വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാനോട് കൂടി നമ്മൾ എൻട്രിയിൽ വളരെ പ്രീമിയം ആയിട്ടുള്ള ഒരു ഗോൾഡ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സോ അതിലേക്ക് ജോയിൻ ചെയ്യുന്നതിന് വേണ്ടി താഴെയുള്ള ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. ഡയറക്റ്റ് പർച്ചേസ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതുവഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ഇത്രയാണ് ഇന്നത്തെ സെഷനിൽ. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത സെഷനിൽ ഡിസ്കസ് ചെയ്യാം.